അതിന്റെ ആ ശാഠ്യവും ദുശാഠ്യവും ഇങ്ങോട്ട് വേണ്ട മാധു. ശരി, അല്ല ഈ ശാഠ്യം ദുശാഠ്യം യുഡിഎഫ് ഗവൺമെന്റ് അറിയാം ഏതൊക്കെ കാര്യങ്ങൾ പരിഷ്കരിക്കണം, എന്ത് ചെയ്യും. വി ഡി സതീശൻ അധികാരം ഏറ്റെടുത്തതിൻ്റെ ഉടനെ മാധ്യമങ്ങളും അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ UDFകാരും വച്ച് തള്ളിയ കുറച്ച് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, വീഡിയോസ് ഉണ്ടായിരുന്നു. അത് ഈ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും സെക്രട്ടേറിയറ്റിലെയും ജനത്തിരക്കായിരുന്നു. ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് സെക്രട്ടേറിയറ്റിൽ ഒഴുകിയെത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു. അതിനിടയിൽ നിന്ന് ഫയൽ നോക്കുന്ന മുഖ്യമന്ത്രിയെ കാണുന്നു. ഇതായിരിക്കണം മുഖ്യമന്ത്രി, നിങ്ങളുടെ പഴയ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണ് ഈ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പിണറായിയെ ഇകഴ്ത്താനും വി ഡി സതീഷിനെ പുകഴ്ത്താനും വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചത്. പ്രായോഗികമായ ഒരു നിലപാടാണോ അത്? കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു സെക്രട്ടേറിയറ്റിലെ ആഫീസുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിലോ പരിഹരിക്കാൻ പറ്റുമോ? അതിനല്ലേ നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം അടക്കം ഏർപ്പെടുത്തിയിട്ട് അധികാര വികേന്ദ്രീകരണം ഏർപ്പെടുത്തിയിട്ടുള്ള പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കളക്ടറേറ്റ് പോലുള്ള സംവിധാനങ്ങളിലൊക്കെ അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രശ്നപരിഹാരം കാണേണ്ടത്? അതിന് പകരം എല്ലാം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏകാധിപത്യത്തിലേക്ക് തിരിച്ചു പോകാന്നുള്ളതാണ്. ഏതായാലും ഈ കലാപരിപാടി കുറച്ച് ദിവസം മാത്രമാണ് നിലനിന്നത്. അതിനുശേഷം ഇത് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടോ മറ്റെന്തെങ്കിലും പരിപാടികൾ അതിനകത്ത് വെച്ച് നടക്കാനുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടോ ആ പരിപാടി നിർത്തി. അതേ സമയത്ത് അന്ന് വന്ന മറ്റൊരു വാർത്ത, ഇതുവരെ കുറേ വർഷങ്ങളായിട്ട് തുറക്കാത്ത സമര ഗേറ്റ് എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഗേറ്റ് തുറന്നു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിയ ആ വാർത്തയും നമ്മൾ കണ്ടു. പക്ഷേ എന്താ സംഭവിച്ചത്? ഏതാനും ദിവസങ്ങൾക്ക് ഇപ്പുറം ആ ഗേറ്റ് പൂട്ടിയെന്ന് മാത്രമല്ല അതിൻ്റെ മുന്നിൽ 2 ബാരിക്കേഡുകൾ, അഡീഷണൽ ആയിട്ടുള്ള 2 ബാരിക്കേഡുകൾ കൂടി വെച്ച് ആകെ കെട്ടി മൊത്തം ബന്ധാക്കി. മാധ്യമങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, പൊതുജനങ്ങൾക്ക് മുൻകൂർ അനുമതിയോടുകൂടി ഒരു നിശ്ചിത സമയം മാത്രമേ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ സെക്രട്ടറിയിലേക്കോ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നിബന്ധനകൾ വന്നു. അപ്പോൾ ആദ്യത്തെ ഈ കലാപരിപാടി എന്തായിരുന്നു? ഒരു മാറ്റം ഉണ്ട് എന്ന് കുറച്ച് റീൽസിലൂടെ, ഫോട്ടോസിലൂടെ, വീഡിയോസിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതോടുകൂടി ആ കലാപരിപാടി അവസാനിപ്പിച്ചു. ജനാധിപത്യം എന്ന് പറഞ്ഞ് തള്ളിയിരുന്നവർ ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് മിണ്ടാണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ, ഈ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ് അടച്ചതുമായി ബന്ധപ്പെട്ടും മാധ്യമപ്രവർത്തകർക്ക് ഉള്ളിലേക്ക് പ്രവേശനം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള അനിൽ ബോസിനോട് റിപ്പോർട്ടർ ചാനലിലെ മാധു ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അനിൽ ബോസിനോട് ഉരുപൊട്ടി. പിന്നെ നടന്നത് അനിൽ ബോസിനെ എടുത്തിട്ട് അലക്കുന്ന മാധുവിനെയാണ്. മാധുവിൻ്റെ സംഹാര താണ്ഡവമായിരുന്നു. ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ. കണക്കിന് ആളുകൾ കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്ന ആളുകളെ ആട്ടി ഓടിക്കാൻ ഞങ്ങൾ CPM അല്ലെന്നേ, ഞങ്ങൾ CPM അല്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ വളരെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വാതിലടയ്ക്കത്തില്ല. ഒരാളോടും ഒരു മാധ്യമപ്രവർത്തകരോടും കടക്കു പുറത്തെന്ന് ഞങ്ങൾ പറയില്ല മാധു. കടക്കു പുറത്തെന്ന് ഞങ്ങൾ പറയില്ല. ഇവിടെ ഇപ്പോഴുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അത് ഞങ്ങൾ പരിഷ്കരിക്കും. വാതിൽ അടച്ചിട്ട് പാറാവും നിർത്തി മാധ്യമപ്രവർത്തകരെ ഇങ്ങോട്ട് കയറ്റേണ്ടതില്ല, മേലാവിൽ നിന്ന് അനുമതി പത്രമില്ലാതെ എന്നൊരു സ്റ്റാൻഡിംഗ് ഓർഡറും കൊടുത്തിട്ട് പിന്നെ കടക്ക് പുറത്ത് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ല. അല്ല, സ്റ്റാൻഡിംഗ് ഓർഡർ നിങ്ങൾ പ്രൂവ് ചെയ്യുക. ഏത് ഉത്തരവാ കൊടുത്തത്? എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. ഏത് സർക്കാർ ഉത്തരവാണുള്ളത് നിങ്ങളെ വിലക്കിക്കൊണ്ട്? നിയമനിർമ്മാണം ആവശ്യമില്ല എന്നാണ് ഞാൻ അങ്ങോട്ട് നേരത്തെ പറഞ്ഞത്. അവിടെ പാറാവ് നിൽക്കുന്ന പോലീസുകാരോട് അവിടെ നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ അങ്ങനെയാണ് പറയുന്നത്. മാധു ശാഠ്യത്തോടു കൂടി പറഞ്ഞു പോയാൽ ഞാൻ വഴങ്ങി തരത്തില്ല. മാധു പറഞ്ഞത് ഓർഡർ കൊടുത്തു എന്നാ പറഞ്ഞു. ആര് ഓർഡർ കൊടുത്തു? അല്ലാതെ ഗവൺമെന്റ് ഓർഡർ എന്നല്ല. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മലയാളം അറിയാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? കേരളത്തിൽ ചർച്ച കേൾക്കുന്നവർ ഉണ്ടോ? അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ അറിയാത്തവരോ ആട്ടെ ആര് ഓർഡർ കൊടുത്തു? അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. സെക്രട്ടേറിയറ്റിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് കയറാൻ കഴിയുന്നില്ല. സെക്രട്ടേറിയറ്റിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് കയറാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കയറാൻ കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏത് മന്ത്രാലയത്തിലേക്കാണോ ഏത് വകുപ്പിലേക്കാണോ പോകേണ്ടത് അവിടെ നിന്ന് കൃത്യമായ സമ്മതപത്രവും അനുമതിയും ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ കഴിയുകയുള്ളൂ എന്നാണ് നിർദ്ദേശം എന്നുള്ളതാണ് അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ മറുപടി. അതുകൊണ്ട് കയറാൻ കഴിയുന്നില്ല. ശരി, അപ്പൊ നിലവിലുള്ള നിയമത്തിന് പറയൂ. ഞാൻ പറഞ്ഞത് ജിയോ ആണെന്നാണ് പറഞ്ഞത്. നിലവിലുള്ള നിയമത്തിന്റെ ജിയോ നമ്പർ പറയൂ. അതിപ്പോ നിങ്ങൾ ഇത് പറഞ്ഞിരുന്നത് ഞാൻ ജിയോ നമ്പർ എടുത്തോണ്ട് വരാം. നിങ്ങൾ നാളെ രാവിലെ ചർച്ചയ്ക്ക് നേരത്തെ പറഞ്ഞിട്ടാണോ ചർച്ചയിൽ ഇത് ചോദിക്കുന്നത്? പറഞ്ഞായിരുന്നോ? അല്ല, നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ ഈ ഗവൺമെന്റ് ഓർഡർ കൊടുത്തു എന്നാ പറഞ്ഞത്. ഈ ഗവൺമെന്റ് ഓർഡർ കൊടുത്തു നിങ്ങൾ ആളുകൾക്ക് പത്രത്തിൽ എഴുതിയെന്നുള്ളതല്ല, അത് നിർദ്ദേശം എന്നത് കൂടിയാണ്. അത് നേരത്തെ അർത്ഥം. ആ നിർദ്ദേശം അവർ പാലിക്കുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത് കഴിയില്ല എന്നുള്ളത്.
അത് വെള്ളപത്രത്തിൽ എഴുതി സർക്കാർ സീൽ വെച്ച് കൊടുക്കേണ്ടതില്ല, നിർദ്ദേശിച്ചാൽ മതി. മാധു എത്ര ബഹളം വെച്ചാലും മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നുകൊണ്ടിരുന്ന കീഴ്വഴക്കമല്ലാതെ പുതിയതായി ഒരു ഉത്തരവും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ശരി, അല്ല, അത് ഞങ്ങൾ നമോഭാവമൊക്കെ കൈവച്ചാൽ മതി. മാധുവിന്റെ നമോഭാവമൊക്കെ കൈവച്ചാൽ മതി. യു.ഡി.എഫിന്റെ ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് യു.ഡി.എഫിന് അറിയാം. അത് പരിഷ്കരിക്കണം, നിയമങ്ങൾ പരിഷ്കരിക്കും. നമോഭാവമൊക്കെ കൈവച്ചാൽ മതി. മുൻ സർക്കാരിന്റെ കാലത്തെ അതൊന്നും വേണ്ട. അത് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റും. അതിന് നിങ്ങളുടെ തിട്ടൂരമൊന്നും വേണ്ട. നിങ്ങളുടെ തിട്ടൂരം വേണ്ട. ഈ ഗവൺമെന്റ് അറിയാം. ഒരു മാസം പോലും ആകാത്ത ഈ ഗവൺമെന്റ് അറിയാം എങ്ങനെ പരിഷ്കരിക്കണം. തിട്ടൂരം സെക്രട്ടേറിയറ്റിലാണ്. ഒരു തിട്ടൂരം വേണ്ട. മാധുവിന്റെ ആ ശാഠ്യവും ദുശാഠ്യവും ഇങ്ങോട്ട് വേണ്ട. മാധു ശരി, അല്ല, ഈ ശാഠ്യം ദുശാഠ്യം ധാർഷ്ട്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഭരണപക്ഷത്തിൽ എന്നേ പറഞ്ഞോളൂ. മാറ്റമില്ല, അത് കീഴ്വഴക്കമാണെന്ന് നിങ്ങൾ ഞങ്ങളോട് ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ശരി, ഞങ്ങളോട് ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ഞാൻ വഴങ്ങി തരത്തില്ല. ഒരു കാരണവശാലും വഴങ്ങി തരത്തില്ല. ചോദിച്ചും സംസാരിച്ചും പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് വിഭിന്നമായി പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് പറയുന്നതോടൊപ്പം കേൾക്കാനുള്ള മര്യാദ കൂടി കാണിക്കണം. നിങ്ങൾ പറയുന്നതോടൊപ്പം നിങ്ങൾ കേൾക്കാനുള്ള ഞങ്ങൾ പറയുന്ന കേൾക്കാനുള്ള സൗകര്യം കാണിക്കണം. അല്ല, നിങ്ങൾ ഏകപക്ഷമായി പറയാൻ നിങ്ങളുടെ ശമ്പളത്തിനല്ല വന്നിരിക്കുന്നത്. നിങ്ങളുടെ ശമ്പളത്തിനല്ല വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ശമ്പളത്തിനല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് പോകാൻ നിങ്ങളുടെ ശമ്പളത്തിനല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ സൗകര്യം ഉണ്ടെന്ന് നിങ്ങൾ കേട്ടാൽ മതി. മനസ്സിലായില്ലേ? ഒരു മാസം പോലും ആകാത്തൊരു ഗവൺമെന്റ് ഒന്നിലധികം കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ഒന്നല്ല 100 അല്ല 1000 കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ പരിഷ്കരിക്കണമെങ്കിൽ ഞങ്ങൾ പരിഷ്കരിക്കും. കാലോചിതമായി പരിഷ്കരിക്കേണ്ട കാര്യങ്ങൾ പരിഷ്കരിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദ്യങ്ങളാകാം. നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പോരണ്ടെന്നാ പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിക്കണം, അടിച്ചേൽപ്പിക്കാൻ നേരിട്ടുള്ള ചോദ്യം മാത്രമേ അധിക്ഷേപമൊന്നുമില്ല. സർക്കാർ ഞാൻ പറഞ്ഞില്ല. ചോദ്യങ്ങളാവാം, അടിച്ചേൽപ്പിക്കൽ വേണ്ട. തീരുമാനം പറയാനില്ല. നടത്തിയ കാര്യം ഞങ്ങൾ ചോദ്യങ്ങളാവാം, അടിച്ചേൽപ്പിക്കൽ വേണ്ട. ഒരു CPM നടത്തിയ കാര്യം ഞങ്ങൾ പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നിലവിലുള്ള ഒരു ഗവൺമെന്റ് വന്നാൽ മാധു അങ്ങനെ പറഞ്ഞു പോണ്ട. ഒരു ഗവൺമെന്റ് വന്നാൽ പരിഷ്കരിക്കേണ്ട കാര്യങ്ങളെല്ലാം 24 മണിക്കൂർ കൊണ്ടല്ല പരിഷ്കരിക്കുന്നത്. 20 ദിവസം മാത്രമാണ് ഒരു ഗവൺമെന്റ് വന്നിട്ടാകുന്നത്. ആ 20 ദിവസത്തിനകം ഒരു കാര്യമല്ല. നിങ്ങൾ വീണ്ടും മാറ്റി. എവിടെ 29 ദിവസം? അല്ല, ഈ വാഹനം എവിടെ 29 ദിവസം? എവിടെ 29 ദിവസം? ഈ ഗവൺമെന്റ് സത്യം പറഞ്ഞത് 29 ദിവസമായി ആരോ നിങ്ങളോട് പറഞ്ഞത്? ആരാണ് നിങ്ങളോട് പറഞ്ഞത് 29 ദിവസമായി? ഈ ഗവൺമെന്റ് സത്യം ചെയ്തിട്ട് 29 ദിവസമായി മാധുവിനോട് ആരാണ് പറഞ്ഞത്? ആ കവാടം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾ ഉത്തരം പറ. ഒരു മാസം പോലും ആകാത്ത ഒരു ഗവൺമെന്റ് ഒരു ദിവസം കൊണ്ട് എല്ലാ തീരുമാനങ്ങളും നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഒരു മുഖ്യമന്ത്രി മാറുക, ഒരു ഗവൺമെന്റ് മാറുക, ഒരു മുഖ്യമന്ത്രി മാറുക, ഒരു ഗവൺമെന്റ് മാറുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഒരു സിസ്റ്റം മാറണം. ആ സിസ്റ്റം മാറണമെങ്കിൽ DGP മാറണം, IPS ഉദ്യോഗസ്ഥന്മാർ മാറണം, ഗവൺമെന്റ് സെക്രട്ടറിമാർ മാറണം. കാരണമില്ല. ആ ചിത്രം പങ്കുവെച്ചാൽ ഈ സർക്കാർ മാറണം. ഒരു സിസ്റ്റം മാറുക എന്ന് പിണറായി വിജയൻ മാത്രം മാറിയാ പോരല്ലോ. ഒരു സിസ്റ്റം മാറുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാത്രം മാറുക, മന്ത്രിമാർ മാത്രം മാറുകയാണെന്ന് നിങ്ങളോടാരാ പറഞ്ഞത്? ഒരാൾ പറയുന്നത് കേൾക്കണ്ടേ? നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞത് നിലവിലുള്ള സെക്രട്ടറിമാർ മാറുന്നു, ഇനി IPS ഉദ്യോഗസ്ഥന്മാർ മാറും, മറ്റുദ്യോഗസ്ഥന്മാർ മാറും, പോളിസികൾ മാറും, ഓരോ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യും. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ 24 മണിക്കൂറിനകം എല്ലാ കാര്യത്തിലും മാറ്റം വരുത്തേണ്ട എല്ലാ കാര്യങ്ങളും സമയമനുസരിച്ച് പരിഷ്കരിക്കും. ഒറ്റ കാര്യം, ആ ഗേറ്റ് തുറന്നിരുന്നോ? അതിലൂടെ വാഹനം പുറത്തു വരുന്ന ചിത്രം കേരളത്തിലെ മുഖ്യമന്ത്രി പങ്കുവച്ചിരുന്നോ? പിന്നെ അതിപ്പോൾ അറിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും ഓരോ ദിവസങ്ങളിൽ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. എന്തായിരുന്നു സാഹചര്യം? ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. എന്തായിരുന്നു സാഹചര്യം? അല്ല, നിലവിൽ ഒരു ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് വന്നത് ഇത് കേൾക്കൂ, എല്ലാ കാലത്തും ഫ്രണ്ട് ഗേറ്റ് തുറന്നിടാറില്ല. നിരവധി സമരങ്ങളും പ്രശ്നങ്ങളും നടക്കുന്ന സന്ദർഭം കണക്കിലെടുത്താണ് പലപ്പോഴും അത് അടഞ്ഞു കിടന്നത്. ഈ ഗവൺമെന്റ് വന്നപ്പോൾ അത് ഓപ്പൺ ചെയ്തിരുന്നു, ഇപ്പൊ അടച്ചിട്ടുണ്ട്. നാളെ സമരം ഏതാ? പലപ്പോഴും അത് അടഞ്ഞു കിടന്നത്. ഈ ഗവൺമെന്റ് വന്നപ്പോൾ അത് ഓപ്പൺ ചെയ്തിരുന്നു, ഇപ്പൊ അടച്ചിട്ടുണ്ട്. നാളെ തുറക്കും. നടപടിക്രമങ്ങൾ സമരം ഏതാ? അല്ല, സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടന്നു കിടക്കുന്നത്. സമരം നടന്നു ഞാൻ പറഞ്ഞില്ലല്ലോ.
ഞാൻ പറഞ്ഞില്ലല്ലോ. സെക്രട്ടറിക്ക് മുന്നിൽ ആചാരമൊന്നുമല്ലല്ലോ നോട്ട് ഗേറ്റ് അടച്ചിടുക. അങ്ങാണ് പറഞ്ഞത് സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അടഞ്ഞു കിടക്കുന്നത്. ഇപ്പൊ ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഓക്കെ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.